വെള്ളിയാഴ്ചയുടെ അവസാന ശുശ്രൂഷയായ കബറടക്ക ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുകയാണ്. ഈശോയുടെ ശരീരം നമ്മൾ കല്ലറയിൽ സംസ്കരിക്കുന്നതിന് അടയാളമായിട്ട് ഭക്തിപൂർവം നമുക്ക് എല്ലാവർക്കും ഈ കബറടക്ക ശുശ്രൂഷയിൽ നമുക്ക് പങ്കുകൊള്ളാം. വൈദികൻ ഈശോയുടെ തിരുശരീരം വിശുദ്ധ തൈലം കൊണ്ടും സുഗന്ധദേവനങ്ങൾ പുരട്ടിയും എടുക്കുന്നു. അതിനുശേഷം കല്ലറയിൽ സംസ്കരിക്കുന്ന ശുശ്രൂഷയാണ്. എല്ലാവരെയും ഭക്തിപൂർവം ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് എല്ലാവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു. തിരുസ്വരൂപ വണക്കം നമ്മൾ സമാപിക്കുകയാണ്. സർവീസ് മിനിസ്ട്രി അംഗങ്ങള് തിരുസ്വരൂപ ശുശ്രൂഷയ്ക്ക് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും ചുംബിക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് കടന്നു വരിക. കബറടക്ക ശുശ്രൂഷയുടെ പ്രാർത്ഥനകൾ ആരംഭിക്കുവാൻ പോവുകയാണ്. എല്ലാവരെയും പ്രത്യേകമായിട്ട് തിരുസ്വരൂപിനടുത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിലെ കുരിശിൽ മരിച്ച ആ ഈശോയുടെ മരണവും ഈശോയുടെ സംസ്കാരവും ഒക്കെ നമ്മൾ അനുസ്മരിക്കുന്ന ഈ സുദിനത്തില് ഭക്തിപൂർവം നമുക്ക് ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുകൊള്ളാം. എല്ലാവരെയും പ്രാർത്ഥനാപൂർവം സ്നേഹപൂർവം ഈ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഈശോയുടെ ഈ ഒരു ശരീരത്തിന്റെ അടുത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും കടന്നു വരാം. ഭക്തിപൂർവം നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുകൊള്ളാം. ഗായക സംഘം ഇപ്പോൾ എൻ ജനമേ ചൊൽക എന്ന ഗാനം ഏറ്റുപാടി ശുശ്രൂഷകൾ ആരംഭിക്കുന്നു. എന്നോ ഞാൻ ചെയ്ത പരാധം, എന്തോരു പാപം ഞാനേകി. എൻ ജനമേ ചൊൽക ചൊൽക, എന്തോ ഞാൻ ചെയ്ത പരാധം, എന്തോരു പാപം ഞാനേകി. ഈജിപ്തിൽ നിന്നു കരയ്ക്ക് താടനം ചെയ്ത ദൈവം, ക്രൂശു ചമയ്ക്കയോ നിങ്ങൾ. എൻ ജനമേ ചൊൽക ചൊൽക, എന്തോ ഞാൻ ചെയ്ത പരാധം, എന്തോരു പാപം ഞാനേകി. ദൈവത്തോന്മാർഗമായി മുന്നിൽ ഞാൻ നടന്നു വഴി കാട്ടി. പീലാത്തോസ് മന്ദിരെ ചേർത്തു, രാജാധികാരം ചെങ്കോലുമേകിയാനെന്ന മുൾവീരിടം വെച്ചു നിങ്ങൾ.
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെയും കർത്താവായ യേശുക്രിസ്തുവിന്റെയും അനുഗ്രഹവും സമാധാനവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടുകൂടെ. പ്രിയ സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പീഡാസഹനവും മരണവും പരിശുദ്ധ വ്യാകുല മാതാവിനോട് ചേർന്നുകൊണ്ട് നമ്മൾ ഭക്തിപൂർവ്വം അനുസ്മരിച്ചു. ക്രൂശിതനായ ക്രിസ്തു ദൈവപുത്രനും മനുഷ്യപുത്രനുമാണ്. മനുഷ്യപുത്രൻ എന്ന നിലയിൽ അവിടുന്ന് മരിച്ചു. യഹൂദ ആചാരപ്രകാരം സംസ്കരിക്കപ്പെട്ടു. വിശ്വാസ പ്രമാണത്തിൽ നാം ഇപ്രകാരം ഏറ്റുപറയുന്നു: പൗന്തിയോസ് പീലാത്തോസിന്റെ ഭരണത്തിന് കീഴിൽ നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് ക്രൂശിതനായി മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർത്തു എന്ന്. അവിടുന്ന് മരണം വരിച്ചുകൊണ്ട് മരണത്തെ ജയിച്ചു. ഉത്ഥാനം ചെയ്തുകൊണ്ട് ജീവനെ പുനരുദ്ധീകരിച്ചു. യേശുവിന്റെ സംസ്കാര കർമ്മം കബറടക്ക ശുശ്രൂഷയിലൂടെ നാം ഇപ്പോൾ അനുസ്മരിക്കുകയാണ്. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ ദൈവപുത്രനാണ്. ആ ദൈവപുത്രനിലുള്ള വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ടും നമ്മുടെ അനുഷ്ഠാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സങ്കീർത്തനം 13, പ്രതിവചന സങ്കീർത്തനം. എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിച്ച് ഉത്തരമരുളണമേ. എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിച്ച് ഉത്തരമരുളണമേ. കർത്താവേ, എത്ര നാൾ അങ്ങ് എന്നെ മറക്കും? എന്നേക്കുമായി എന്റെ അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു പിടിക്കും. എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിച്ച് ഉത്തരമരുളണമേ. ഞാൻ വേദന സഹിക്കും. എത്ര നാൾ രാപ്പകൽ ഹൃദയവത അനുഭവിക്കണം? എത്ര നാൾ എന്റെ ശത്രു എന്നെ ജയിച്ചു നിൽക്കും? എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിച്ച് ഉത്തരമരുളണമേ. എന്റെ ദൈവമായ കർത്താവെ, എന്നെ കടാക്ഷിച്ച് ഉത്തരമരുളണമേ. ഞാൻ മരണദുദ്രയിൽ വഴുതി വീഴാതിരിക്കുവാൻ എന്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിച്ച് ഉത്തരമരുളണമേ. ഞാൻ അവനെ കീഴ്പ്പെടുത്തി എന്ന് എന്റെ ശത്രു പറയാൻ ഇടയാക്കരുതേ. ഞാൻ പരിഭ്രമിക്കുന്നത് കണ്ട് എന്റെ ശത്രു ആനന്ദിക്കുവാൻ ഇടവരുത്തരുതേ. എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിച്ച് ഉത്തരമരുളണമേ. ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. എന്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചു. എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിച്ച് ഉത്തരമരുളണമേ. യോഹന്നാന്റെ സുവിശേഷത്തിലുള്ള വായന. യഹൂദരോടുള്ള ഭയം നിമിത്തം യേശുവിന്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരിമത്യാക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തുമാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. അവൻ വന്ന് ശരീരം എടുത്തുമാറ്റി. യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദെമോസും അവിടെ എത്തി. മീറയും ചെന്നിനായകവും ചേർന്ന ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യം അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവൻ യേശുവിന്റെ ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതിയനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോട് കൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിന്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. കർത്താവിന്റെ സുവിശേഷം. വിശ്വാസികളുടെ പ്രാർത്ഥന. പ്രിയ സഹോദരനെ, യേശുവിന്റെ പുനരുത്ഥാന മഹോത്സവത്തിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ക്രിസ്തുനാഥൻ തന്റെ പീഡാസഹനവും മരണവും ഉയർപ്പും വഴി നേടിയ സ്വർഗീയ ജീവനിൽ പങ്കുകാരായ നമുക്കെല്ലാവർക്കും ഒന്നു ചേർന്ന് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. ക്രിസ്തുനാഥന്റെ മണവാട്ടിയായ തിരുസഭ അവിടുത്തെ പീഡാസഹനത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവിടുത്തെ തിരുരക്തത്താൽ പൂർവാധികം ശുദ്ധീകൃതയാകുവാൻ വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുനാഥൻ കുരിശിൽ വെച്ച് ചിന്തിയ തിരുരക്തത്തിന്റെ ശക്തിയാൽ
ഈ ലോകത്തുള്ളവയെല്ലാം അനുരഞ്ജനം നേടി രക്ഷ പ്രാപിക്കുവാൻ വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗത്താലും കഷ്ടപ്പാടുകളാലും ക്രിസ്തുനാഥന്റെ പീഡാസഹനത്തിൽ പങ്കാളികളാകുന്നവർക്കെല്ലാം ശക്തിയും കാരുണ്യവും നൽകി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പീഡാസഹനവും കുരിശുമരണവും വഴി വിശ്വാസികളെയും അവിശ്വാസികളെയും ലോകമെങ്ങുമുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും ഉയർപ്പിന്റെ മഹിമയിലേക്ക് നയിക്കണമെന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നങ്ങളുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനെ മനുഷ്യരക്ഷയ്ക്കായി ഈ ലോകത്തിലേക്ക് അയച്ചു തന്നതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പുത്രൻ മനുഷ്യരക്ഷയ്ക്കായി പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടുവെങ്കിലും മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റുവല്ലോ. ഞങ്ങളും പാപത്താൽ മരിച്ചവരാണെങ്കിലും യേശു നേടിത്തന്ന പ്രസാദവരത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നിരന്തരം പുനർജീവിക്കുവാൻ കൃപയരുളണമേ. ആമേൻ. നാഥന്റെ ദിവ്യദേഹം വിധി പോലെ സംസ്കരിച്ചിടുന്നേതാ. വിജയം പിരിഞ്ഞു പൊങ്ങും ജീവന്റെ ഉറവയാണ് കുടീരം. നാഥന്റെ